ചോക്ലേറ്റ് വാങ്ങി തരുമല്ലോ. ഏയ് ഊരിയ പറഞ്ഞ എന്തിനാ ഡാൻസ് കളിക്കുന്നേ? വലിച്ചൂരി. ഊരിയോ? വരുന്നില്ല. ഇല്ല വരുന്നില്ല. ഏയ് എന്താടി ഇത്? എന്താണെന്നോ? എല്ലാ അലങ്കുരമായല്ലോ. എന്നടാ പറ്റിയേ? ചേച്ചിക്ക് മോതിരം ഇഷ്ടപ്പെട്ടില്ല, ഊരാൻ പറഞ്ഞു. പിടിച്ചൂരിയപ്പോ വീണു. മോതിരം ഊരി എറിഞ്ഞ നിശ്ചയിച്ചുറപ്പിച്ച കല്യാണം മുടങ്ങോടി. ദൈവം തമ്പുരാൻ വന്നാലും ഈ കല്യാണം മുടങ്ങില്ല. ജനുവരി 4-ാം തീയതി നീയും സൂര്യൻ തമ്മിലുള്ള കല്യാണം നടന്നിരിക്കും. എനിക്ക് അവനെ ഇഷ്ടമല്ല. ഇഷ്ടമല്ല വേണ്ടാന്ന് നിന്റെ ചേട്ടനോട് പറയാൻ പറ്റുമോ? പറ്റില്ലടി. അവനെ കണ്ടിട്ടില്ലേ? തണ്ണി, ഡ്രഗ്സ്, എപ്പോഴും കയ്യിൽ ഒരു ഗണ്ണും ഉണ്ടാവും. ആ റൗഡിയെ കല്യാണം കഴിച്ചിട്ട് ഞാൻ എങ്ങനെ സന്തോഷമായിട്ടിരിക്കും? ഇങ്ങോട്ട് നോക്ക് നോക്ക്. ഞാൻ കല്യാണം കഴിക്കുമ്പോ നീ ചെറിയ കുട്ടിയാ. എത്ര സങ്കടം വന്നാലും നിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ സങ്കടമൊക്കെ പറക്കും. നീ എന്നെ ചേച്ചിന്നാ വിളിക്കുന്നേ, പക്ഷെ എനിക്ക് നീ മോളെ പോലെയാ. നീ നന്നായിരിക്കണം. ഒട്ടും വൈകിട്ടില്ല. നിനക്ക് ആരെങ്കിലും ഇഷ്ടമാണെങ്കിൽ വിളിച്ചോണ്ട് ഓടിപ്പിക്കോ. ഞാൻ നിന്റെ ചേട്ടനെ സമാധാനിപ്പിക്കാം. അത് നടക്കില്ല. ഗോച്ചയുടെ അനിയത്തിയെ കൊണ്ട് ഓടിപ്പോകാൻ ഇനി ഒരുത്തൻ ജനിക്കണം. ദേവി, വേഗം ഡ്രസ്സ് മാറിയിട്ട് താഴേക്ക് വരാൻ നോക്ക്. നിന്റെ ചേട്ടൻ താഴെ കാത്തിരിക്കുന്നു. പുള്ളിയോട് ഇതൊന്നും പറയാൻ നിൽക്കണ്ട. വാടാ, ഇങ്ങനെ ഒരെണ്ണം. അവരൊക്കെ പാന്റിന്റെ പോക്കറ്റിൽ തോക്കുകൊണ്ടാ നിൽക്കുന്നത്. അവര് കാണുന്നതിന് മുമ്പ് ഓരോ പെഗ് വീതം അടിച്ച് നമുക്ക് കുരുവിയായി തന്നെ പറക്കാം. കാശില്ലാതെ പോകാൻ പറ്റില്ലടാ. കാശില്ലാതെ വേണമെങ്കിലും പോകാം, പക്ഷെ ജീവനില്ലാതെ പോകാനേ പറ്റില്ല. ഒന്നുകൂടി ആലോചിക്കേ. ശരിക്കും ആലോചിച്ചു. അപ്പൊ എസ്കേപ്പ് ആകുമല്ലോ. നമ്മൾ ആരാണെന്ന് അറിഞ്ഞാലേ. സൂപ്പർ ആണോടാ? ഓക്കെ അല്ലേ? എന്ത് ഓക്കെ? ഡ്രസ് ഓക്കെ, ഫേസിന് എന്ത് ചെയ്യും? അത് ശരിയാണ്. അതൊന്നും നോക്ക്. ആ കറുത്ത മണ്ണ് നോക്ക്. നമ്മുടെ സ്വന്തം മലേഷ്യയിൽ അത് തേച്ചിട്ട് അഡ്ജസ്റ്റ് ആകാം. ഡൺ. നല്ല ഐഡിയ. നിക്ക്, ഫസ്റ്റ് ഐഡിയ തന്നത് ഞാനാ. ഞാൻ തന്നെ ഫസ്റ്റ് അപ്ലൈ ചെയ്യും. മച്ചാ, ഈ ഡ്രസ്സിന് മാസ്ക് സൂപ്പർ ആയിട്ടില്ലേ? നിനക്ക് ഈ ഗെറ്റപ്പ് സൂപ്പർ ആയിട്ടുണ്ട്. നിനക്കിത് എവിടെ നാടാ? ചിലതൊക്കെ തനിയെ വരുവടാ. അബിറാമി, എനക്ക് കിട്ടേണ്ട നല്ലതൊക്കെ അവന് കിട്ടുന്നല്ലോ. എനിക്ക് മാത്രം ഈ അഴുക്ക് കിട്ടി. എനിക്ക് ഈ മുഖം വേണ്ട. ആൽക്കഹോൾ ആൽക്കഹോൾ ഒറിജിനൽ ആടാ. നീ നിന്റെ ട്രാക്കിൽ പോ, ഞാൻ എന്റെ ട്രാക്കിൽ പോകാ. ഓക്കെ അല്ല? ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ സിസ്റ്ററിൻ്റെ എൻഗേജ്മെൻറ്റ് കൊച്ചിയിൽ നടന്നത് കാരണം നിങ്ങൾ ആരെയും ക്ഷണിക്കാൻ എനിക്ക് പറ്റിയില്ല. സോ ഈ ന്യൂ ഇയർ സെലിബ്രേഷൻ നിങ്ങൾക്കൊരു ട്രീറ്റാണ്. എൻജോയ് യുവർസെൽഫ്. കൺഗ്രാജുലേഷൻസ്. എല്ലാരും നോക്കുന്നു നിന്നെ. സോറി. അയ്യോ, ഇവളാരടാ? ഇതിന്റെ ചുരുത്തിൽ സഹിക്കാൻ പറ്റണില്ലേ? അയ്യോ. എന്തിനീ മനുഷ്യക്കുറങ്ങി എന്നെ തന്നെ നോക്കുന്നത്? മനസ്സിലാക്കിയോ? നിക്ക്. പെണ്ണുങ്ങളും ലിക്കറുമുണ്ട്. അവനവിടെ പോയെന്ന് അറിയില്ലല്ലോ. പുട്ട് വൺ ഡ്രിങ്ക് ഫോർ മീ. ആ കാട്ടുപന്നിക്ക് കൊടുക്കണം.
ആപ്സ് നീയോ? ഞാനാണെന്ന് തോന്നുന്നു. നീ എവിടെടാ പോയി തോന്നുന്നേ? എന്നെ ഒരു പെണ്ണ് ഫോളോ ചെയ്യുന്നടാ. നിന്നെ ഒരു പെണ്ണാ ഫോളോ ചെയ്യുന്നേ? എന്നെ ഒരു മനുഷ്യക്കുരങ്ങ് അയ്യോ വന്നെന്നോ? ഈ വിദ്യ എനിക്ക് അറിയാതെ പോയല്ലോ. എനിക്ക് ഇതിന്റെ ഒരു ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുക്കാനാണോടാ എന്നെ വരട്ടിയത്? ആ ഈ സെൽഫോണിൽ ക്യാമറ വെക്കുന്നത് ആദ്യമേ നിർത്തണമടാ. നിന്റെ ഫോട്ടോ തന്നെ നിന്റെ വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെക്കാൻ ഹെൽപ്പ് ചെയ്യട്ടെ? 1 2 3. ഒരു സ്മോൾ കഴിക്കാൻ പോലും സമ്മതിച്ചില്ലല്ലോടാ. പറയ് ഭായ്. മലേഷ്യ ചെന്ന ഉടനെ ഫോൺ ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്തോടാ കഴുതകളെ. നിങ്ങൾ പറഞ്ഞ കുരുവികളോട് നിങ്ങൾക്ക് എന്തൊരു സ്നേഹമാണ് ഭായ്. നാളെ എന്റെ മോന്റെ റിസപ്ഷനാ. അവിടെ തന്നുകൂടെ സാധനങ്ങൾ കൊണ്ടുപോടാ. ഉറപ്പായിട്ട് കൊണ്ടുവരാൻ ഭായ്. എവിടെ തൃപ്പൂണിത്തറ ഹിൽ പാലസ് അല്ലേ? തൃപ്പൂണിത്തറ. നിങ്ങൾ മാത്രം വന്നിട്ട് കാര്യമില്ല, സാധനങ്ങൾ കിട്ടണം. ഞങ്ങൾ വന്നാലും ഇല്ലേ സാധനങ്ങൾ എന്തായാലും വരും ഭായ്. വേണു, നിന്നെ ഒരുത്തി ഫോളോ ചെയ്യുന്നു പറഞ്ഞല്ലോ, അത് ആ പെണ്ണാണോ? അളിയൻ അവിടെ നിൽക്കുന്നു, നീ ഇവിടെ ഡാൻസ് ചെയ്യുന്നോ? അത് പിന്നെ അയ്യോ, ഇവളാച്ചയുടെ ഗുനിയത്തിയാണല്ലോ. എന്താന്ന്? ഗോച്ചയുടെ അനിയത്തിയാണല്ലോ. Escape. ഏയ്, വേഗം വാ. ഹലോ. എവിടോട്ടാടാ ഈ പോകുന്നേ? ഏയ്, ഈ വഴി. ഇവിടെയോ? ഓക്കേ. ഇത് ഏതാടാ സ്ഥലം? സ്ഥലം ഏതായാലും എന്താടാ, വെളുക്കുവോളം വെള്ളമടിച്ചിട്ട് പോവാലോ. ഏയ്, ആര് വരുന്നു? അയാളുടെ ആളുകളായിരിക്കും. അയ്യോ, ഇനി നീ അകത്ത് വന്നില്ലേ? ഗോച്ചാടാ, ഗോച്ച. ഇതുവരെ മാർക്കറ്റിൽ വരാത്ത ഡയമണ്ട്. ഇതിന്റെ മതിപ്പ് 6.4 crores. Is it for sale? ഏയ്, എന്തെയ്യുമെന്ന് ചോദിച്ചില്ലേ? ഇപ്പൊ ഞാൻ തീരുമാനിച്ചു. എന്ത് ചെയ്യാൻ പോന്നു? ആ ഡയമണ്ട് കക്കാൻ പോകും. എന്തിനാടാ? നമ്മുടെ വീട് ലേലത്തിൽ പോകാതിരിക്കാൻ ആ ഡയമണ്ട് കട്ടേ തീരൂ. എങ്ങനെയാടാ? ഇപ്പൊ ടൈം എന്തായി? 11:59. 12 മണിയാവുന്നതിന് 10 സെക്കൻഡ് മുമ്പ് പവർ കട്ടാവും. 12 മണിയായി പവർ വരുമ്പോ ആ ഡയമണ്ട് എനിക്ക് സെറ്റ് ആവും. സൂപ്പറാ. ഡേയ്, എന്താണത്? ഷാമ്പയിൻ ബോട്ടിൽ താഴെട്ടോടാ പന്നി. അയ്യോ, ഞാൻ വീണേ. ഏയ്, വേഗം വാ. പാർവതി, നിന്റെ മോനെ വന്ന് നോക്ക്. എവിടെന്നോ ഒരു ഗർഭിണി പെണ്ണിനെയും കൊണ്ടുവന്ന് നിൽക്കുന്നു. മാറ്റണം ഇത്. ഇവൾ ആവശ്യമില്ലാതെ പേരുദോഷം കേൾപ്പിക്കും. ഈ കുരുത്തം കെട്ടവനോട് കൂടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ മൈ ഗോഡ്, ജസ്റ്റ് മിസ്സായി പോയി. ജസ്റ്റ് മിസ്സാ. എടാ വേണു, ആരടാ ഈ പെണ്ണ്? അതാണോ അമ്മേ? ഇവളുടെ പേര് ദേവീത. മലേഷ്യയിൽ നിന്ന് വന്നിരിക്കുക. തെന്നി വീണിട്ട് കാലൊളുക്കിയിരിക്കുക. ഇങ്ങോട്ട് എന്തിനാ കൂട്ടിക്കൊണ്ട് വന്നേ? ഡോക്ടറുടെ അടുത്തല്ലേ കൊണ്ടുപോകണ്ടത്? ഡോക്ടർ എടുത്തോ? നിങ്ങൾ തന്നെ തിരുമോന്നല്ലേ പറഞ്ഞത്? ആര് പറഞ്ഞു? അമ്മേ, അമ്മേ. എന്താടാ എന്നോട് തിരുമാൻ പറയുന്നേ? അയ്യോ അമ്മേ, ആ പെണ്ണിന്റെ ചേട്ടൻ നമുക്ക് കാശ് തരാനുള്ളത്. ശരിയടാ, ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? വിളക്കെണ്ണ ഇരിപ്പില്ലേ, ഉണ്ട്. അത് പുരട്ടി ആ, എന്റെ അച്ഛനാണെന്ന് വിചാരിച്ച് നല്ല തിരുമ് ഉളുക്ക തന്നെ പോയിക്കോളും. ഇപ്പോഴെന്താടാ ചെയ്യണ്ടേ? അറിയില്ലേ, ഉളുക്ക് മാറണമെങ്കിൽ അത് കുമ്പിട്ട് കിടക്കണം. അയ്യോ, അങ്ങനെ ചെയ്യണോ കൃഷ്ണ? അയ്യോ അമ്മേ, അല്ലമ്മേ, ആദ്യം ആ പെണ്ണിനെ തിരിച്ചു കിടത്ത്. അതെ, കുറച്ചു കാലമായില്ലേ, അതാ അമ്മ മറന്നത്. മാറ്റുന്നേ. ഇനി എന്നതാടാ ചെയ്യണ്ടേ? വിളക്കെണ്ണ. എന്തിനാടാ അമ്മ വെറുതെ വഴക്ക് പറയുന്നേ? അമ്മേ, വിളക്കെണ്ണ പുരട്ടി ഒരു പാട്ടും പാടി മസാജ് തുടങ്ങ്. ആ, ഗിഞ്ചിരകി. എന്ത് സുഖിയോടെ പാടുന്നടാ. എന്താ ശ്രുതിയോടെ പാടുന്നു? വേദനിച്ചിട്ട് കിടന്ന് കരയുന്നതാ. നോക്കി തടവമ്മേ. എന്തേലും എടുത്ത് മുറുക്കെ പിടിക്കുമോളെ. പല്ല് കടിച്ചോണ്ട്. അയ്യോ, വേദനയാ. അയ്യോ.
സൂപ്പർ. എടാ വേണു, ആ ഫ്രോഡ് ചെക്കന്റെ കൂടെ ചേർന്ന് നീയും എന്തിനാടാ തരികിട കാട്ടേ? ആ ഇട്ടോ നിന്നെ. അയ്യോ അമ്മൂമ്മയുടെ ചികിത്സയല്ല ശരിയായത്. ഉളുക്ക് മാറിയല്ലോ. It's gone. So I am going. ഞാൻ പോവാ. ബാഗ് മറക്കല്ലേ മാഡം. ഒരു എമോഷണലി കൊടുത്തതാ. എങ്ങോട്ടാ പോകുന്നേ? അത് ഞങ്ങൾ എടുത്തില്ലല്ലോ. പിന്നെ എങ്ങോട്ടാ അത് പോകുന്നേ? ഉളുക്ക് മാറിയില്ലേ? ക്ലിയർ ആയല്ലോ. ഞങ്ങളുടെ ജോലി തീർന്നില്ല. എന്താ? മോളെ പയ്യെ പയ്യെ പോ മോളെ. പയ്യെ. അതൊന്നും പറ്റില്ല. കുരുവിയെ കാണണം. ഭായിയുടെ റിസപ്ഷൻ എനിക്ക് പോയേ പറ്റൂ. അയ്യോ, വലിയവര് പറഞ്ഞില്ലേ അത് മോശ സ്ഥലമാ. ഈ സമയത്ത് പോയ കുരുവയെ കാണുന്നതിന് മുമ്പ് ആരെങ്കിലും കൊത്തിക്കൊണ്ടുപോകും. മര്യാദയ്ക്ക് പോയി കിടക്ക്. ജാഗ്രത 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 ജാഗ്രത. ഇത്ര തലേന്ന് ഇരുന്നിട്ട് ബാഗ് തലയുടെ അടിയിൽ വെച്ച് കിടക്കുന്നവള്. ഈ കുരുവി എന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഞാൻ നിന്നെ കണ്ടുപിടിച്ചത് കണ്ടോ? ഐ ലവ് യു ഡാ. ഐ ലവ് യു സോ മച്ച്. റിയലി. ദ്രോഹി. എവിടെ അവള്? ആ ഇന്നലെ രാത്രി വീട്ടിലേക്ക് വന്നില്ലേ അവള്? അവളോ? ആ. നേരത്തെ രാത്രി ഉമ്മ. ഏയ് എന്താടി പാട്ട് പാടുന്നേ? കളിയാക്കുവാണോ? ഇല്ലപ്പാ, നിങ്ങളുടെ ആളിനെ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. ബാത്റൂമിൽ കുളിക്കാൻ പോയി. എടാ സൂക്ഷിച്ചു പോടാ, തട്ടി വീഴല്ലേ. നീ മുത്തമൊன்று കൊടുത്താൽ മുത്തമിഴ്. ഗുഡ് മോർണിംഗ് ചേട്ടത്തി. എനിക്കൊരു കോഫി കിട്ടുമോ? ഞങ്ങളോട് എന്തിനാ ചോദിക്കുന്നേ? ഇത് നിങ്ങളുടെ വീട്. നിങ്ങക്ക് കോഫി കുടിക്കാം, ഹോർലിക്സ് കുടിക്കാം, ബോൺവിറ്റ കുടിക്കാം. എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട്. പാവം, ശരിക്കും വട്ടുപിടിച്ച കുടുംബം ഇത്. ദാ മോളെ കാപ്പി. ഇതെന്താ ഗ്ലാസ്സിൽ തന്നത്? ഐ വാണ്ട് കപ്പ് ആൻഡ് സോസർ. അതുനെ ചുമ്മാ കുടിക്ക്. ഇതെന്റെ അനിയൻ കാപ്പി കുടിക്കുന്ന ടംബ്ലറാ. അവന്റെ ടംബ്ലറോ? ഇത് എച്ചിലാ. ഇത് എച്ചിൽ. ഇതെവിടെ വെക്കുന്നേ? കാപ്പി കുടിച്ച ഗ്ലാസ് എച്ചിലാണെങ്കിൽ എന്റെ മകനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തപ്പോ എച്ചിലൊന്നും ഉണ്ടായില്ലേ? ഉമ്മയോ? അതെ. ഇന്നലെ രാത്രി എന്റെ ബെഡ്റൂമിൽ വന്നോ? ആ അതെ വന്നു. എന്റെ ബെഡ്റൂമിൽ എനിക്ക് വരാൻ പാടില്ലേ? ഞാൻ ഉറങ്ങുമ്പോ ഞാൻ അറിയാതെ എന്നെ കിസ് ചെയ്തില്ലേ? നിന്റെ വീട്ടുകാരെ മുഴുവൻ കണ്ടു അത്. അതാണോ പ്രശ്നം? ഉമ്മ വെച്ചത് ഞാനല്ല, നീയാ. അതെ, കുരുവിയെ സ്വപ്നം കണ്ടെന്തോ പൊലമ്പിക്കൊണ്ട് ചുമ്മാതെ പോയ എന്നെ കെട്ടിപ്പിടിച്ച് നച്ചീ നച്ചീ എന്ന് പറഞ്ഞ് ഉമ്മ വെച്ചില്ലേ? ഞാനെങ്ങനെ? ഇങ്ങനെ ഇങ്ങനെ. ഞാൻ തന്നപ്പോ നീ എന്തിനാ വാങ്ങി? ഏയ് നീ ആള് ഭയങ്കരയാണല്ലോടി. ആവശ്യമില്ലാതുള്ള കുരുക്കെല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് അവസാനം പഴി എണിക്കാ. ഇനി കൂടുതലൊന്നും എനിക്കറിയണ്ട. ഞാൻ പോകുന്നു. പോയിക്കോ പോയിക്കോ, സ്വൈര്യം കിട്ടട്ടെ. വെക്കേറ്റ് ടീം റിസപ്ഷനിൽ അമ്മൂമ്മ കാണും. ബില്ല് സെറ്റിൽ ചെയ്തിട്ട് പോയിക്കോ പോയിക്കോ. You cheat. എന്താണ് കാറിലിട്ടിരിക്കുന്നത്? പോടാ, വിൽക്ക്. ബാബ ബ്ലാക്ക് ഷിപ്പ് ഒക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്.